നമ്മുടെ ആൾക്കാർ സുവിശേഷ പ്രസംഗം, കാരണം അത് നിങ്ങളുടെ കുറ്റമല്ല, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നമ്മൾ ജനിച്ചെന്ന് കേട്ടു തുടങ്ങിയതാ. ഇതേ വായന തന്നെയാണ് നിങ്ങൾ മരിക്കും വരെ കൊഹനനായിരുന്നു വായിച്ച് കേൾക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിച്ചേക്കണത്, ഇപ്പോൾ ആദ്യത്തെ അച്ഛൻ വന്നു, രണ്ടാമത്തെ അച്ഛൻ വന്നു, മൂന്നാമത്തെ അച്ഛൻ വന്നു, 5 വികാരിച്ചന്മാർ മാറുമ്പോഴേക്കും കേൾക്കാനുള്ളതൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിച്ചേക്കണേ ആ പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നമ്മളതൊക്കെ കഴിയുമ്പോഴേക്കും തപ്പിയും പെറുക്കിയും തട്ടിയും മുട്ടിയും ഒക്കെ എത്തും. അങ്ങനെ ഒരു പ്രത്യേകതയില്ല. പിന്നെ ഞാനായിട്ട് നേരത്തെ എനിക്ക് എൻ്റെ കുർബാനയ്ക്ക് ട്യൂണ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അവസാനിക്കും. അപ്പോൾ നാട്ടുകാർ തിരിച്ചു കയറി വരുമ്പോൾ സമാധാനത്തോട് പോകുമെന്നും പറഞ്ഞ് ഞാൻ കൈയാക്കി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് പ്രസംഗം ഇപ്പോൾ പിടിച്ചത്, അല്ലെങ്കിൽ ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇന്ന് കൊഹന ഞായർ മരിച്ചോയ എല്ലാ വൈദികരെയും ഓർക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസം പുതുക്കാട് പള്ളിയിൽ ആരെങ്കിലും വന്നിരുന്നോ? വെള്ളിയാഴ്ച എങ്ങാനും പുതുക്കാട് പെരുന്നാൾ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് പറയാം, അവിടെ പറഞ്ഞ അതേ പ്രസംഗത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അയാൾ എല്ലായിടത്തും ഇതാ പറയണതെന്ന് ചിന്തിക്കേണ്ട. ഇത് 2-ാം സ്ഥലം. കഥ എങ്ങനെയാണ്? ഒരിക്കൽ ചെമ്മരിയാട്ടിൻ കൂട്ടത്തിലേക്ക് ഒരു അംബാസഡറെ വേണം, അംബാസഡർ. അപ്പോൾ അത് പുറത്ത് വെക്കണവരൊക്കെ അകത്ത് കയറി ഇരുന്നോട്ടോ, ഒരു കുഴപ്പമില്ല, അച്ഛനെ പുറത്ത് വെക്കണമെന്നില്ല, വെയിൽ കൊണ്ടിട്ട് അകത്ത് കയറി ഇരുന്നോ. എനിക്കറിയാം നിങ്ങൾ വരുന്നത് തന്നെ സന്തോഷം, വൈകിയാലും കുഴപ്പമൊന്നുമില്ല, വരുന്നുണ്ടല്ലോ.